എത്ര വലിയ കരിവാളിപ്പുണ്ടെങ്കിലും ഒരു പ്രാവശ്യം ചെയ്ത് കഴിയുമ്പോൾ സ്കിന്നിൽ നിന്ന് പൂർണ്ണമായിട്ടും മാറ്റിയെടുക്കാം. നമുക്ക് വേണ്ടത് അവോക്കാഡോ ആണ് കേട്ടോ. ഞാനിവിടെ തൊലി കളയാതെ മാറ്റി വെച്ച് അതിൽ നിന്ന് കുറച്ചൊക്കെ നമുക്ക് കിട്ടും. അതുകൊണ്ട് ഞാനത് മാറ്റി വെച്ചിട്ട് അതിൽ നിന്ന് ചിരണ്ടി ഇതാ എടുത്തിട്ടുണ്ട്. 1 ടേബിൾ സ്പൂണോളം നമ്മുടെ അവോക്കാഡോ വേണം. കൂടുതലും ആൻറ്റി ഓക്സിഡുകൾ അടങ്ങിയിരിക്കുന്നതാണ് അവോക്കാഡോയിൽ. വെണ്ണപ്പഴം എന്നാണ് അവോക്കാഡോയെ നമ്മൾ പറയുന്നത്. വളരെയധികം ആൻറ്റി ഓക്സിഡുകൾ അടങ്ങിയിരിക്കുന്നത് കൊണ്ട് തന്നെ സ്കിന്നെ പെട്ടെന്ന് തന്നെ തിളക്കം വെപ്പിക്കാൻ സാധിക്കും. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ റൈസ് പൗഡർ ചേർത്തിട്ട് നല്ലപോലെ അങ്ങോട്ട് അവോക്കാഡോയും റൈസ് പൗഡറും ഒന്ന് മിക്സ് ആക്കി എടുക്കണം. പിന്നെ ഇതിലേക്ക് നമ്മൾ 1 ടേബിൾ സ്പൂൺ കഞ്ഞിവെള്ളവും കൂടി ചേർത്ത് നല്ലപോലെ മിക്സ് ആക്കണം. നമ്മുടെ സംഭവം അങ്ങനെ റെഡി ആയിട്ടുണ്ട്. ഇത് ഉണ്ടാക്കിയ ഉടനെ തന്നെ നിങ്ങൾ ഫേസിൽ ഇടാനായിട്ട് നോക്കണം. കഴുത്തേലും കൈകളിലും ഒക്കെ നിങ്ങൾക്ക് ഈ ഒരു പാക്ക് ഉപയോഗിക്കാവുന്നതാണ്. സ്കിന്നിന് നല്ല രീതിയിൽ മാറ്റം നേടാൻ ഈ ഒരു പാക്കിൽ നിന്ന് സാധിക്കും. ഇവിടെ ഞാൻ എൻ്റെ കൈകളിലാണ് ഇടുന്നത്. ഇതേ രീതിയിൽ നിങ്ങൾ ഫേസിൽ ഇട്ട് കൊടുക്കേണ്ടതാണ്. ഇട്ട് കൊടുത്ത് 1 മിനിറ്റ് മസാജ് ചെയ്ത് ഉണങ്ങാൻ വേണ്ടി ഒരു 3 മിനിറ്റോളം വെക്കണം. 3 മിനിറ്റിന് ശേഷം തുടച്ചപ്പോൾ സ്കിന്നിൻ്റെ ആ ഒരു മാറ്റം കണ്ടോ? സംഭവം കിടുവാണ് കൂട്ടുകാരെ. ഒന്ന് ചെയ്ത് നോക്ക്. നിങ്ങളുടെ സ്കിൻ വെട്ടിത്തിളങ്ങാൻ ഇനി കെമിക്കൽ ട്രീറ്റ്മെൻറ്റ് ഒന്നും ചെയ്യണ്ട. നമ്മുടെ ഈ ഒരു സംഭവം ചെയ്താൽ മതി. നിങ്ങളുടെ സ്കിൻ വെട്ടിത്തിളങ്ങും, ഉറപ്പാണ്. 100% ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് തരുന്നുണ്ട്. ഞാൻ അതാ കഴുകിക്കൊണ്ടുകൂടെ വരട്ടെ. കഴുകിക്കൊണ്ട് വന്നപ്പോൾ ഉള്ള സ്കിന്നിൻ്റെ മാറ്റം കണ്ടോ? ഓയിലി സ്കിൻ ആണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട. ബാക്കി എല്ലാ സ്കിൻ ടൈപ്പുകാർക്കും ചെയ്യാവുന്നതാണ്. കൂട്ടുകാരെ, ഒന്ന് ചെയ്തിട്ട് എന്താണ് റിസൾട്ട് എന്നൊക്കെ ഉള്ളത് വന്ന് പറയാൻ കൂടി നിങ്ങൾ മറക്കല്ലേ. മാക്സിമം